ഈ കളിത്തട്ട് എന്ന് പറയുന്ന ഒരു കാലത്ത് ഓണാട്ടുകരയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇപ്പം ക്ഷേത്രങ്ങളോട് ചേർന്ന് കളിത്തട്ടുകളുണ്ട്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോഴും നമ്മൾ പോയാൽ പല ക്ഷേത്രങ്ങളിൽ ഈ കളിത്തട്ടുകൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം അത് രണ്ട് ഉപയോഗങ്ങളായിരുന്നു. ക്ഷേത്രങ്ങളിലും കളിത്തട്ടുകളുണ്ടായിരുന്നു, നാലും കൂടുന്ന കവലകളിൽ കളിത്തട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഈ ആദ്യം ക്ഷേത്രങ്ങളിലെ തന്നെ എടുക്കാം. എല്ലാ ക്ഷേത്രകലകളും പണ്ട് നടന്നിരുന്നത് സ്റ്റേജ് കിട്ടിയല്ല. ഇപ്പം ഓട്ടംതുള്ളൽ, കൂടിയാട്ടം, അതുപോലെ തന്നെ ചാക്യാർകൂത്ത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ക്ഷേത്രാനുഷ്ഠാന കലകളും നടന്നിരുന്നത് ഈ കളിത്തട്ടിലായിരുന്നു. മാത്രമല്ല ഈ കളിത്തട്ടിൽ ഒരുമിച്ചു ചേർന്നിരുന്ന് അവിടുത്തെ എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതിനുള്ള ഒരു വേദി കൂടിയായിരുന്നു അത്. ഇന്ന് നമ്മൾ വലിയ ഓഡിറ്റോറിയങ്ങളിൽ കൂടുന്നതിന് പകരം ഈ കളിത്തട്ടും കളിത്തട്ടിൻ്റെ പരിസരവുമായിരുന്നു ഈ ക്ഷേത്ര വികസനവും നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന എല്ലാ ചർച്ചകളും നടന്നിരുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. സർവോപരി ആളുകൾക്കൊന്ന് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ, നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ കളിത്തട്ടിലിരുന്നാണ്. പിന്നെ അമ്പലത്തിൽ, ഇപ്പം ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ആളുകളൊന്ന് വിശ്രമിക്കാനിരിക്കുന്ന ഇടം കൂടിയായിരുന്നു ഈ കളിത്തട്ട്. അങ്ങനെ ഒരുപാട് പ്രാധാന്യം ക്ഷേത്രങ്ങളോട് അനുബന്ധമായിട്ടുള്ള കളിത്തട്ടുകളിലുണ്ട്. ഇപ്പം മിക്ക ഓണാട്ടുകരയിലെ ക്ഷേത്രങ്ങളിലും കളിത്തട്ടുകളുണ്ടല്ലോ. അതേസമയം ക്ഷേത്രത്തിന് പുറത്തും കളിത്തട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്നിച്ചു കൂടിയിരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഗ്രാമസഭകളെക്കുറിച്ചൊക്കെ വളരെ കൂടുതൽ പറയുകയും അത് ഒരു നിയമപരമായ ഭരണഘടനാപരമായ ഒരു ആവശ്യമായി മാറുകയും ഗ്രാമസഭകൾ കൃത്യമായി കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പണ്ട് നമ്മളുടെ നാട്ടുകൂട്ടങ്ങളൊക്കെ കൂടിയിരുന്നത് ഈ കളിത്തട്ടിലാണ്. ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ മനുഷ്യൻ വാഹനങ്ങളില്ലാത്ത കാലമാണ്. ഇപ്പോൾ കാളവണ്ടിയോ അതുപോലെയുള്ള വാഹനങ്ങളോ മാത്രമാണ് അപൂർവമായിട്ടുണ്ടായിരുന്നത്. ആ കാലത്ത് ഈ തലച്ചുമടായി സാധനങ്ങളെല്ലാം കൊണ്ടുവരിക, കളിത്തട്ടിൽ വരുമ്പോൾ കളിത്തട്ടിൽ വന്ന് ഒന്ന് വിശ്രമിക്കും. അപ്പോൾ പഴയ കാലത്ത് കളിത്തട്ടുണ്ടാക്കുക, അതിനോട് ചേർന്ന് ഒരു കിണറുണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഇന്ന് ആ വികസനത്തിൻ്റെ ഒരു വലിയ പരിപ്രേക്ഷ്യത്തിൽ അതെല്ലാം വന്നിരുന്നു. കാരണം കളിത്തട്ടും വഴിക്കിണറും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് നാട്ടുകൂട്ടങ്ങൾ കൂടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു ഇടമായിരുന്നു അത് കളിത്തട്ടുകൾ. സർവോപരി എല്ലാ വൈകുന്നേരങ്ങളിലും രാവിലെയും ഇന്നിപ്പോൾ നമ്മളുടെ പ്രായമായവർ വീട്ടിൽ ഈ നമ്മുടെ വൃദ്ധസദനങ്ങളിലേക്ക് പോകുന്നതിന് പകരം അന്നത്തെ കാലത്ത് വീട്ടിൽ നിന്ന് വൈകുന്നേരത്തൊന്നും ഇറങ്ങി നടക്കുന്നു. അവരെ സമാന മനസ്കരായ പ്രായമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നു, എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കുന്നു. എന്തിനേറെ അന്ന് ചീട്ട് കളിക്കുമായിരുന്നു. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് പണം വെച്ചുള്ള ചീട്ട് കളിയല്ല, ഈ കുണുക്കിട്ട്, അന്നത്തെ കാലത്ത് കുണുക്കിടുക എന്നുള്ളത്, തോൽക്കുന്നവർ കുണുക്കിടണം. അപ്പോൾ ആ ചീട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ കളികൾ ഈ പലവിധ ആവശ്യങ്ങൾക്കും ഇതുപയോഗിച്ചിരുന്നു. പിന്നെ വഴിയാത്രക്കാർ ഒന്ന് അല്പം ഇളവേൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരിടമായിരുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കളിത്തട്ടുകൾ സംരക്ഷിക്കപ്പെടണം. എവിടെയൊക്കെ കളിത്തട്ടുകളുണ്ടോ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ നിദർശനമായിരുന്നു കളിത്തട്ട്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരിടം, അതിലുപരി ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക, അതിനൊക്കെയുള്ളൊരു വേദി. അതിലുപരി ക്ഷീണിച്ച് വരുന്നവർക്ക് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പോകാനുള്ള, കാരണം എൻ്റേതാണത് എന്നുള്ള തോന്നലോടുകൂടി ഇരുന്നേച്ച് പോകാം, ആരോടും അനുവാദം ചോദിക്കാതെ. കാരണം എല്ലാവരുടേതുമാണത്. അതിൻ്റെ ഒരു പ്രത്യേക ഉടമസ്ഥാവകാശം ആർക്കുമില്ല. നാട്ടിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ വീടിൻ്റെ പേരിൽ, അവിടുത്തെ ഏറ്റവും മരിച്ചുപോയ ഒരു കാരണവരുടെ പേരിലൊക്കെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കളിത്തട്ടുകൾ നിർമ്മിച്ചു കൊടുത്തിരുന്നത്. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്ന ആളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതെന്ന്. കാരണം അതൊരു എന്താ പറയുന്നത്, ആ മരിച്ചുപോയ ഒരാളിൻ്റെ ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടത് മാറുകയാണ് ആ കളിത്തട്ട്. മനോഹരമായ ശില്പചാതുര്യത്തോടു കൂടി കളിത്തട്ടുകളുണ്ട് പലയിടത്തും. കാരണം നമുക്ക് അത്ഭുതം തോന്നും ഈ 4 കാലിൽ. മാത്രമല്ല അതിൻ്റെ ഒരു ഘടന തന്നെ വളരെ വ്യത്യാസമുള്ളതാണല്ലോ. 4 വശത്തൂടെയും കാറ്റോട്ടം ഉണ്ടാകത്തക്ക രീതിയിലാണ്, കെട്ടിയടയ്ക്കുന്നില്ലല്ലോ. അതിൽ കെട്ടിയടയ്ക്കുക, കോൺക്രീറ്റ് ചെയ്യുക, സിമെൻ്റ് ഉപയോഗിക്കുക, ഇങ്ങനെയൊന്നുള്ള ഒരു കാര്യവും ഇല്ലാതെയാണല്ലോ അത് ചെയ്തിരുന്നത്. പഴയ കാലത്ത് ഓല മേഞ്ഞ് തന്നെയായിരുന്നു കളിത്തട്ടുള്ളത്. ഇപ്പോഴും ഓണാട്ടുകാരുടെ പല ഭാഗങ്ങളിലും പഴയ ചാരുത നഷ്ടമാകാതെ കളിത്തട്ടുകൾ നിലനിൽക്കുന്നു. അത് പുതിയ തലമുറ സംരക്ഷിക്കുന്നു. അതിലാണ് നമുക്ക് വലിയ അഭിമാനമുള്ളത്. അതായത് ഇത് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്, പോയ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു നന്മയാണ് അത് എന്നുള്ള രീതിയിൽ അതിനെ സംരക്ഷിക്കുവാൻ പുതിയ തലമുറ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു അഭിനിവേശം, ആ പഴമയോട് കാണിക്കുന്ന ഒരു മനസ്സ്, അതിനെ നമ്മൾ എത്ര വാഴ്ത്തിയാലും അത് അധികമാകില്ല. അത് ചെയ്യണം.
എൻ്റെയൊക്കെ ഒരു വലിയ ആഗ്രഹം അതാണ്. നാട്ടിൽ എല്ലായിടത്തും നിലനിൽക്കുന്ന കളിത്തട്ടുകൾ സംരക്ഷിക്കപ്പെടണം. അതൊരു ഉത്തരവാദിത്വമായി സമൂഹം ഏറ്റെടുക്കണം. അതൊരു ഗവൺമെൻറ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്യട്ടെന്നല്ല പറയണ്ടേ. ഒരു പ്രദേശത്തെ ജനങ്ങൾ കൂട്ടായ്മയോടുകൂടി ഒരു മനസ്സോടുകൂടി നിന്ന് അത് സംരക്ഷിക്കുവാൻ, അത് ഏതെങ്കിലും രീതിയിൽ ഇറുന്നു പൊളിഞ്ഞ് കിടക്കുകയാണ്, അത് നാശോന്മുഖമാകുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെ വലിയ ഉത്തരവാദിത്വമാണ് അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, അതിനെ അവിടെ പരിരക്ഷിക്കുക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു നാടിൻ്റെ ഒരു ഐക്യം ആ കളിത്തട്ടിലൂടെ ഉണ്ടാകണം. അതാണ് വേണ്ടത്. അത് ഒരിക്കലും നശിക്കാൻ അനുവദിക്കരുത് ഒരു പ്രദേശത്തെയും കളിത്തട്ടുകൾ.